തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ മിന്നും വിജയം കരസ്ഥമാക്കി UDF. തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ മികച്ച ഭൂരിപക്ഷമാണ് UDF നേടിയിരിക്കുന്നത്. UDF ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ LDFന് കനത്ത തിരിച്ചടിയാണ് ജില്ലയിൽ നേരിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ UDFന് വൻ തരംഗമാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ 76 ഡിവിഷനിൽ 47 സീറ്റും UDF കരസ്ഥമാക്കിയപ്പോൾ 22 സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് LDF. NDA 6 സീറ്റും others 1 സീറ്റുമാണ് നേടിയിരിക്കുന്നത്. 2020 കണക്ക് നോക്കുകയാണെങ്കിൽ LDFന് അന്ന് 33 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ LDF ഇത്തവണ 22 സീറ്റിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 31 സീറ്റ് 2020 31 സീറ്റ് ഉണ്ടായിരുന്ന UDF ഇത്തവണ 47 സീറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. BJPക്ക് കഴിഞ്ഞ തവണ 5 സീറ്റായിരുന്നു ലഭിച്ചതെങ്കിൽ ഇത്തവണ 1 സീറ്റ് കൂടി അധികം നേടിയിരിക്കുന്നു. 6 സീറ്റാണ് ഇത്തവണ BJPക്ക് കൊച്ചി കോർപ്പറേഷനിൽ ലഭിച്ചിരിക്കുന്നത്. ഓതേഴ്സ് കഴിഞ്ഞ തവണ 5 ആണെങ്കിൽ ഇത്തവണ 1ലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുറത്തു വരുന്ന ഫലങ്ങൾ. മുനിസിപ്പാലിറ്റി 13 മുനിസിപ്പാലിറ്റികളാണ് ജില്ലയിലുള്ളത്. ഈ 13 മുനിസിപ്പാലിറ്റികൾ 12 സീറ്റും UDF ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 1 സീറ്റ് NDA നേടിയിരിക്കുന്നു. പക്ഷേ LDFന് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. 2020 കണക്ക് നോക്കുകയാണെങ്കിൽ UDF അന്ന് 9 സീറ്റായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 3 സീറ്റ് അധികം ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ UDF കരസ്ഥമാക്കിയിരിക്കുന്നു. LDF 2020 4 സീറ്റ് ഉണ്ടായിരുന്ന LDFന് ഇത്തവണ സീറ്റ് തുറക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDAക്ക് കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ 1 സീറ്റ് NDA നേടിയിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 13 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. ഈ 13 ബ്ലോക്ക് പഞ്ചായത്തിൽ 12 ബ്ലോക്ക് പഞ്ചായത്തിലും UDF തന്നെ ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. ഒരെണ്ണം മാത്രമാണ് LDFന്റെ കയ്യിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF 7 സീറ്റ് ഉണ്ടായിരുന്ന LDF ഇത്തവണ 1 സീറ്റിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുകയാണ്. UDF കഴിഞ്ഞ തവണ 6 സീറ്റ് ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 12 സീറ്റിലേക്ക് അധികം 6 സീറ്റുകൾ കൂടി UDFലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓതേഴ്സ് 1 സീറ്റിലേക്കും എത്തിയിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 84 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 64 സീറ്റും UDF കരസ്ഥമാക്കിയിരിക്കുന്നു. 8 സീറ്റ് LDFും others 5 സീറ്റിലേക്കും ചുരുക്കപ്പെട്ടിരിക്കുന്നു. 2020 കണക്ക് നോക്കുകയാണെങ്കിൽ 48 സീറ്റായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. അതാണ് ഇത്തവണ 64 സീറ്റിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത്. LDFന് 30 സീറ്റ് ഉണ്ടായിരുന്നതിൽ നിന്നും 8 സീറ്റിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു. 2020 ഇത്തവണ കഴിഞ്ഞ തവണ 4 സീറ്റും നേടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത് 2020 ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 28 ജില്ലാ പഞ്ചായത്തുകളാണുള്ളത്. ആ 28ൽ 25 എണ്ണം UDF തന്നെ നേടിയിരിക്കുന്നു. LDF 3 സീറ്റിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു. 2020 UDF 16 സീറ്റായിരുന്നു നേടിയതെങ്കിൽ ഇത്തവണ 25 സീറ്റ് നേടാൻ UDFന് സാധിച്ചിരിക്കുന്നു. LDF കഴിഞ്ഞ തവണ 9 സീറ്റ് നേടിയെങ്കിൽ ഇത്തവണ 3 സീറ്റിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലാണ് ജില്ലയിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വൻ ഭൂരിപക്ഷം അല്ലെങ്കിൽ വൻ തിളക്കം തന്നെയാണ്, തിളക്കമാർന്നൊരു വിജയം തന്നെയാണ് UDFനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിലും UDFന് മേൽക്കോയ്മയുള്ള ജില്ലകളിൽ ഒന്നാണ് എറണാകുളം ജില്ല. പക്ഷേ ഇത്തവണ തിളക്കമാർന്നൊരു വിജയമാണ് UDFനെ തേടി എത്തിയിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. 2020 പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിലും മഴുവന്നൂർ, കുന്നത്തനാട്, കിഴക്കമ്പലം, ഐക്കരനാട് ഈ 4 പഞ്ചായത്തുകളിലായിരുന്നു 2020 2020 ആധിപത്യം നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ മഴുവന്നൂരിലും കുന്നത്തനാട് പഞ്ചായത്തിലും ഇത്തവണ 2020 തോറ്റിരിക്കുകയാണ്. കിഴക്കമ്പലം, ഐക്കരനാട് പഞ്ചായത്തുകൾ നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ തിരുവാണിയൂർ പഞ്ചായത്ത് LDFന്റെ കയ്യിലുണ്ടായിരുന്ന തിരുവാണിയൂർ പഞ്ചായത്ത് ഇത്തവണ 2020 പാർട്ടി നേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു ജില്ലയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഈ ജില്ലയിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു UDFിലേക്ക് പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. മന്ത്രി P രാജീവായിരുന്നു LDFന്റെ പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അഭിമാന പോരാട്ടം തന്നെയായിരുന്നു ജില്ലയിൽ നടന്നത്. LDFും UDFും തമ്മിൽ ഒരു അഭിമാന പോരാട്ടം തന്നെയായിരുന്നു നടന്നത്. ഈ അഭിമാന പോരാട്ടത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ UDFന് മിന്നുന്ന ജയം അല്ലെങ്കിൽ UDF തരംഗം തന്നെയാണ് ജില്ലയിൽ കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളടക്കം തന്നെ നടക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും കഴിഞ്ഞ 5 വർഷം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ,
ആ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു LDF സർക്കാർ പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി അടക്കം ജില്ലയിൽ വരുന്നു. ഈ പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ജനങ്ങൾക്ക് ഏറ്റില്ല എന്നതാണ് ഈ പുറത്തു വരുന്ന ഫലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മാറ്റം അനിവാര്യമാണെന്ന് ഒരുപക്ഷെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ UDFിലേക്ക് മിന്നുന്ന ജയം എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ വെള്ളക്കെട്ടാണെങ്കിലും മാലിന്യം ജില്ലയിലുള്ള മാലിന്യങ്ങളാണെങ്കിൽ അടക്കം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും മാറ്റം അനിവാര്യമായതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമാണ്. ജില്ലയിൽ ഇപ്പോൾ UDFന്റെ തരംഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് UDF ഇത്തവണ വിജയിച്ചിരിക്കുന്നത്. ഈ നേതാക്കളടക്കം പറയുന്നതനുസരിച്ചാണെങ്കിലും ഇത്തരത്തിലൊരു വിജയം ഈ UDFന് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ്. പല സ്ഥലങ്ങളിലും LDFന്റെ സിറ്റിംഗ് സീറ്റ് പോലും ഇത്തവണ UDF പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ റിബൽ സ്ഥാനാർത്ഥികളടക്കം തന്നെ ജില്ലയിൽ ഉണ്ടായിരുന്നു. റിബൽ സ്ഥാനാർത്ഥികളുള്ള വാർഡുകൾ പോലും UDF തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്രത്തോളം ഭരണവിരുദ്ധ വികാരം ഈ തിരഞ്ഞെടുപ്പിൽ അലയടിച്ചു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഫലം കാണുമ്പോൾ മനസ്സിലാകുന്നത്.